എറണാകുളം കളമശ്ശേരിയിൽ വീണ്ടും മഞ്ഞപ്പിത്ത വ്യാപനം. നഗരസഭയുടെ വിവിധ വാർഡുകളിലാണ് രോഗവ്യാപനം കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമീപം പ്രവർത്തിച്ചിരുന്ന ചായക്കട അധികൃതർ അടപ്പിച്ചു. നിലവിൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കളമശ്ശേരി മേഖലയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നഗരസഭയിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് സ്ഥാപനത്തിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമടക്കം പരിശോധന നടത്തിയെങ്കിലും രോഗം പടരുന്നതിന് സാധ്യതയുള്ള അണുക്കളെ കണ്ടെത്താൻ സാധിച്ചില്ല. സ്കൂളിന് സമീപം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ചായക്കട അധികൃതർ അടപ്പിച്ചു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ 9, 23, 26, 37, 40 വാർഡുകളിൽ ആരോഗ്യ വിഭാഗം പരിശോധനകൾ സജീവമാക്കിയിരിക്കുകയാണ്. നിലവിൽ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും 1, 2, 3 കേസുകൾ അവിടെ ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരിശോധന നടത്തിയ ചില കടകളിൽ ഇതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തുകയും ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. നിലവാരമില്ലാതെ പ്രവർത്തിക്കുന്ന ചില കടകൾക്ക് നോട്ടീസ് നൽകി അത് കൃത്യമായ പ്രവർത്തനം നടത്തണം എന്ന നിലയിലുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഹോട്ടലുകളിലെ കൂൾ ബാറുകളിലെ എല്ലാം ഉപയോഗിക്കുന്ന വെള്ളം സംബന്ധിച്ച് വലിയ ആശങ്ക നമുക്കുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഐസുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധന നടത്തുകയും ഇത്തരം സ്ഥാപനങ്ങൾ നന്നായി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഐസും അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളവും ഉപയോഗിക്കണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയും അതുപോലെ നിലവാരം പൂർണ്ണമായും നല്ല നിലവാരത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് കർശനമായി നോട്ടീസ് നമ്മൾ നൽകുകയും അതുപോലെ തന്നെ കോംബോയായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കോംബോയായി പരിശോധന തുടർച്ചയായി നടത്താനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയിലെ പല ഭാഗങ്ങളിലും വീടുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യമടക്കം ഓടകളിലേക്ക് തുറന്നു വിടുകയാണ്. ഓടകളിൽ നിന്നും കിണറുകളിലേക്ക് അണുക്കൾ വ്യാപിക്കുന്നതാണ് തുടർച്ചയായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ പ്രധാന കാരണമെന്നാണ് വിവരം. ഇതിനു പുറമെ രോഗബാധിതരെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിലും ആരോഗ്യ വിഭാഗം അലംഭാവം കാണിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. പലപ്പോഴും രോഗം വന്ന് ഭേദമായി കഴിഞ്ഞാണ് ആരോഗ്യവകുപ്പ് വിവരമറിയുന്നത്. കളമശ്ശേരിയിൽ തുടർച്ചയായി മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടാകുന്നതിൽ ജനങ്ങളും ആശങ്കയിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.